ഈ വർഷത്തെ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജലമേള ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങളാണ് വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് മത്സരം വള്ളംകളി ആരംഭിക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പമ്പാ നദിയിൽ ആറന്മുള വള്ളംകളി നടക്കുക. 51 ചുണ്ടൻ വള്ളങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ റോജി എം ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവരും പങ്കെടുക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം പ്രതിനിധികൾ പറഞ്ഞു. 33 വർഷത്തിൽ കൂടാണ് ഒരു വൈസ് പ്രസിഡന്റ് ആറന്മുള ജലമേളയ്ക്ക് വരുന്നത്. ഇതൊരു ക്ലോസ്ഡ് ഓഡിറ്റോറിയം അല്ല, ഓപ്പൺ സ്ഥലമാണ്. അതിൻ്റേതായ പല പ്രശ്നങ്ങളുമുണ്ട്, അതായത് പ്രൊട്ടക്ഷൻ പ്രശ്നങ്ങൾ. അതിനനുസരിച്ചുള്ള കർശന നിയന്ത്രണങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അത് സംബന്ധിച്ച യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെന്യൂവിലും അവർ പരിശോധനകൾ നടത്തി. സ്ഥലത്ത് വന്നും CRPFനാണ് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ചുമതല. അപ്പം ഇന്നും നാളെയുമായിട്ട് അവർ കൂടുതൽ നിബന്ധനകൾ ഒക്കെ വെച്ചുകൊണ്ടുള്ള പരിപാടികളായിരിക്കും. അപ്പോൾ ബാക്കി ക്രമീകരണങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. പള്ളിയോടങ്ങളും എല്ലാം തയ്യാറെടുപ്പിലാണ്. നല്ലൊരു ഘോഷയാത്രയും നല്ലൊരു മത്സരവള്ളം കളിയും ഇക്കൊല്ലം പ്രതീക്ഷിക്കാം. ഉച്ചയ്ക്ക് 1:30 ജലഘോഷയാത്ര ആരംഭിക്കും. ജലഘോഷയാത്രയ്ക്ക് പിന്നിലായി കേരളീയ കലാരൂപങ്ങൾ ഉൾപ്പെടുന്ന നിശ്ചല ദൃശ്യങ്ങളും ഹെലികോപ്റ്റർ പ്രകടനവും ഉണ്ടാകും. 3 മണിക്ക് മത്സരവള്ളംകളി ആരംഭിക്കും. A ബാച്ചിൽ 35 പള്ളിയോടങ്ങളും B ബാച്ചിൽ 16 പള്ളിയോടങ്ങളുമാണ് വള്ളംകളിയിൽ പങ്കെടുക്കുക. ന്യൂസ് മലയാളം, പത്തനംതിട്ട.